അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിലെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29 വെള്ളിയാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുച്ചിറപ്പള്ളി എന്നറിയപ്പെടുന്ന ട്രിച്ചിയിലാണ്. നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് ട്രിവാൻഡ്രം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഒരു തിരുച്ചിറപ്പള്ളിക്കാർക്ക് ട്രിച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാവിലെയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയത്. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൽ കയറിയിട്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ട്രിച്ചിയിലെത്തി. ട്രിച്ചി ടൗണിനടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ റൂം എടുത്തു. അപ്പം നമുക്ക് ഈസ്റ്റർ ഹോളിഡേയ്സ് ഒക്കെ ആണല്ലോ, 3 ദിവസം ഓഫീസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ ഒരു ട്രിച്ചി, ശ്രീരംഗം, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേയധികം ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോകപ്രശസ്തമായിട്ടുള്ള ടെമ്പിൾസൊക്കെയാണ്. പെരിയ കോവിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ടെമ്പിൾസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ബൃഹദീശ്വര ടെമ്പിൾ കവർ ചെയ്യുന്നുണ്ട്. രംഗനാഥസ്വാമി ടെമ്പിൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രിച്ചി, ശ്രീരംഗം, തഞ്ചാവൂർ സ്ഥലങ്ങളിലുള്ള ഫേമസ് ആയിട്ടുള്ള ടെമ്പിളും അതുപോലെ തന്നെ ട്രിച്ചി ടൗണൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. ഇവിടുത്തെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണ്, ചെട്ടിനാട് ചിക്കനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രാവൽ സീരീസിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്നിപ്പം വെള്ളിയാഴ്ച രാവിലെ 8 മണിയാകുന്നു. ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ശ്രീരംഗത്തേക്ക് പോവുകയാണ്. ശ്രീരംഗത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള രംഗനാഥസ്വാമി ടെമ്പിൾ കവർ ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം വേറൊരു ടെമ്പിൾ കൂടി നമ്മൾ പോകുന്നുണ്ട്. ജംബുകേശ്വർ ടെമ്പിളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കല്ലണൈ ഡാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം ട്രിച്ചി ടൗണും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നാളെ നമ്മൾ തഞ്ചാവൂരിലേക്ക് പോകും. തഞ്ചാവൂരിലേക്ക് പോയി ബൃഹദീശ്വര ടെമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകപ്രശസ്തമായ ഈ ടെമ്പിൾസിൻ്റെ കുറേയധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ട്രാവൽ സീരീസിൽ ഉണ്ടാവുക. 2-3 എപ്പിസോഡ് നമുക്ക് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങട്ടെ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ശ്രീരംഗത്തേക്ക് പോവുകയാണ്. കാഴ്ചകൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനങ്ങനെ മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സമയം രാവിലെ 9 മണിയാവുന്നു. ഇവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. ഇനി അവധി ആയതുകൊണ്ടാണോ അറിയാൻ വയ്യ. വെയിലൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരെ പോവുക, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ട്രിച്ചിയിലെ തെപ്പക്കുളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മുടെ എന്താ പറയുക, റോക്ക് ഫോർട്ട് ടെമ്പിളും കാര്യങ്ങളൊക്കെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ റൂം എടുത്തത്. അപ്പോൾ ഞാനങ്ങനെ ട്രിച്ചി ടൗണിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതിനുശേഷം നേരെ ശ്രീരംഗം. അപ്പോൾ നമ്മൾ നടന്ന് ചത്തിറം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ചത്തിരം എന്ന് പറഞ്ഞിട്ടുള്ള തിരുച്ചിറപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ബസ്സുകളും കാര്യങ്ങളൊക്കെ കിടക്കും. ഈ ബസ്സുകളൊക്കെ ആക്ച്വലി ഈ പറയുന്ന ശ്രീരംഗം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നതാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ കോളേജുകളുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കോളേജും സ്കൂളും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട്. ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, ബസ് പിടിക്കുന്നു, ആൻഡ് ശ്രീരംഗം. അപ്പോൾ ഇതേ നമ്മൾ ശ്രീരംഗത്ത് വന്നിട്ട് ഇതേ ബസ് ഇറങ്ങിയിട്ട് മുമ്പ് നടക്കുവാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ള് ബസ്സുകൾ കിടക്കുന്ന കാണാം. ട്രിച്ചിയിൽ നിന്ന് ശ്രീരംഗത്തോട്ട് വന്ന ബസ്സുകളാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഈ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതേ ഏറ്റവും 8 രൂപ ടിക്കറ്റാണ് കേട്ടോ. ട്രിച്ചിയിൽ നിന്ന് ശ്രീരംഗം വരെ ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. 8 രൂപ ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് റേറ്റൊക്കെ ആക്ച്വലി തമിഴ്നാട്ടിൽ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സൈഡിൽ ഫുള്ള് ഇതേ ശ്രീരംഗം, ട്രിച്ചി ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു രാജഗോപുരം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ശ്രീരംഗം എന്ന് പറയുന്ന ടൗണും കാര്യങ്ങളൊക്കെ. ദേ ഇവിടെ നിന്നാണ് ബസ്സുകളൊക്കെ വരുന്നത്. ആ ബസ് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ആദ്യത്തെ ഗോപുരം കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഇഷ്ടംപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അതേ കണ്ടില്ലേ, ടെമ്പിളിൻ്റെ ആ ഒരു ഗോപുരം നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഏകദേശം 156 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ടെമ്പിളിൻ്റെ രാജഗോപുരത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. കിഡിലനൊരു ആർട്ട് വർക്കാണ് കേട്ടോ. ആ ഒരു ചോള സംസ്കാര സമയത്തെ തനത് തമിഴ് ആ ഒരു എന്താ പറയുക, തച്ചുശാസ്ത്ര വിദ്യയുടെയൊക്കെ ഒരു പ്രതിഫലനം നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ഈ ഒരു ഗോപുരത്തിൽ കാണാനായിട്ട് പറ്റും. ഒരു രക്ഷയില്ലാത്ത സൈസാണ് കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ നമ്മളിത് ആ ഒരു രാജഗോപുരത്തിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു കൽമണ്ഡപം കണക്കൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജഗോപുരം ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പോൾ നമ്മൾ ഈ ഒരു രാജഗോപുരത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഏകദേശം 13 നിലകളുണ്ട് ഈ ഒരു രാജഗോപുരത്തിന്. അതുപോലെ തന്നെ ഏകദേശം 72 മീറ്റർ ഉയരമോ മറ്റോ അങ്ങാണ്ടൊക്കെ ഉണ്ട് ഈ ഒരു ടെമ്പിളിന്.
അപ്പോൾ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാനായിട്ട് വരെ നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത്. അപ്പോൾ നമ്മൾ ആ രാജഗോപുരത്തിന് അകത്തൂടെ ദൈവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കല്ലുകളാണ് കേട്ടോ. കല്ലിൻ്റെയൊക്കെ സംഭവങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നടന്ന് നമുക്ക് പോകണം. ഏകദേശം എന്താ പറയുക 21ഓളം ഗോപുരങ്ങൾ ഈ ഒരു ടെമ്പിളിന് ഫുള്ളുമായിട്ടുണ്ട്. ഇതൊരു പൂർണ്ണ സ്ക്വയർ എന്താ പറയുക ഒരു ദീർഘചതുരാകൃതിയിലുള്ളൊരു ഷേപ്പാണ് ഈ ടെമ്പിളിനകത്തുള്ളത്. അതിന് ഏറ്റവും ഔട്ടർ ലെയറിൽ എന്താ പറയുക സ്ഥിരതാമമായിട്ട് താമസിക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ ആ ഒരു സ്ക്വയർ ആകൃതിയിലായിട്ട് ആണ് ഈ ഒരു ടെമ്പിൾ ഇങ്ങനെ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗോപുരങ്ങൾ നമ്മൾ നടന്ന് കയറിയിട്ട് വേണം ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും അകത്തെ സ്ഥലത്തേക്ക് നമുക്ക് എത്തുവാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ രാജഗോപുരം പിന്നിട്ടിട്ട് നമ്മൾ അടുത്തൊരു ചെറിയ ഒരു കോവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗോപുരങ്ങൾ കുറേയധികം ഗോപുരങ്ങൾ ഏകദേശം 21ഓളം ഗോപുരങ്ങൾ ഈ ഒരു 156 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു ടെമ്പിളിന് ചുറ്റുപാട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു കോവിലിൻ്റെ അടുത്തെത്തി അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രംഗനാഥി ടെമ്പിളിൻ്റെ അകത്താണ് നമ്മളുള്ളത്. ദർശനം കാണാനായിട്ട് ആൾക്കാരുടെ അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് ദർശനത്തിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ആ ഒരു കോവിലിനകത്തെയാണ് നമുക്ക് ആക്ച്വലി എന്താ പറയുക അപ്പോൾ രംഗനാഥസ്വാമി ടെമ്പിളിൻ്റെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ കുറേ അധികം ഒരു കൽമണ്ഡപം കണക്കൊരു സംഭവം പണിയും കാര്യങ്ങളൊക്കെ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ കുറേ അധികം ഇങ്ങനെ ചെറിയ കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗോപുരങ്ങളുണ്ട്. അപ്പോൾ ദേ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് മറ്റൊരു ഗോപുരം കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരു വെള്ള നിറത്തിലുള്ളൊരു ഗോപുരം, അതിനപ്പുറത്തായിട്ട് വേറൊരു ഗോപുരമുണ്ട് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടുണ്ടല്ലേ. അങ്ങനെ നടന്ന് നമ്മൾ മറ്റൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കുറേ കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 കാലുകളില്ല, 953 കാലുകളോ മറ്റോ ആണ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു കിണറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ 4 സൈഡുകളിലും ഗോപുരങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. 4 സൈഡിൽ കൂടെ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാം. അതായത് ലോകത്തിൽ നിത്യപൂജ നടക്കുന്ന അമ്പലങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ശ്രീരംഗത്തെ ടെമ്പിൾ എന്ന് പറയുന്നത്. ദേ കണ്ടില്ലേ, ഇത് കിണർ ലോക്കൊക്കെ ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ രംഗനാഥി സ്വാമി ടെമ്പിളിലെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് നമ്മളതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആ രാജഗോപുരം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 ചുറ്റുമതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമായി വിവിധ വലുപ്പത്തിലുള്ള വമ്പൻ ഗോപുരങ്ങളുമുണ്ട്. ഇതിലേറ്റവും വലുതാണ് 13 നിലകളും ഏകദേശം 72 മീറ്റർ ഉയരവുമുള്ള രാജഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴിയിൽ കണ്ട ആ ഒരു സ്ഥലം. 186 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് പൂജ നടക്കുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് രംഗനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ 8 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രം വൈഷ്ണവ ആരാധനയുടെ കേന്ദ്രസ്ഥാനമായാണ് അറിയുന്നത്. ലോകമെമ്പാടുമുള്ള 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ ക്ഷേത്രവും ഈ ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1000 കാൽ മണ്ഡപം കാണാനായിട്ട് കഴിയും. ഇത് കറൻ്റ് അടച്ചിട്ടിരിക്കുകയാണ്, എന്തോ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട്. 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കാലുകളുണ്ട് എന്നാണ്. പക്ഷേ 1000 കാലുകളില്ല, 953 കാലുകൾ മാത്രമേ ഈ ഒരു സംഭവത്തിലുള്ളൂ കേട്ടോ. അയ്യോ, അപ്പോൾ അടിപൊളി ഒരു ക്ഷേത്രമാണ്. അപ്പം 1000 കാൽ മണ്ഡപത്തിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് എന്തോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി ക്ലോസ്ഡ് ആണ്, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് കൽപ്പടവുകളാണ്. കണ്ടില്ലേ,
അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ന് ഉപയോഗത്തിലുള്ള പൂജകൾ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് ഈ ഒരു രംഗനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഏകദേശം 6,31,000 ചതുരശ്ര മീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ് വരുന്നത്. 4 കിലോമീറ്ററാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും അവസാനത്തെ ഔട്ടർ ലെയറുള്ള ഒരു ചുറ്റുമതിലുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കംബോഡിയയിലെ അങ്കോർ വത്തൊക്കെ ഇതിലും വലിയ ക്ഷേത്രങ്ങളാണ് എന്നുണ്ടെങ്കിലും അവിടെ നിത്യപൂജയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിത്യപൂജ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലമാണ് ഈ ഒരു ശ്രീരംഗത്തെ രംഗനാഥ സ്വാമി ക്ഷേത്രം കേട്ടോ. അയ്യോ അടിപൊളി. അപ്പോൾ ഇവിടെയൊക്കെ ക്ഷേത്രത്തിൻ്റെ ഒരു ചുറ്റുമതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ആ രാജഗോപുരം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. 72 മീറ്റർ ഉയരവും 13 നീളമുള്ള ഒരു രാജഗോപുരം. അപ്പോൾ ഇതുപോലുള്ള ചുറ്റുമതിലുകൾ ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഇഷ്ടം പോലെ കൽമണ്ഡപങ്ങളുള്ളൊരു ഏരിയയാണ് കേട്ടോ ഈ ഒരു രംഗനാഥ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ഇതിൻ്റെ പ്രധാന എന്താ പറയുക, വിഷ്ണുവിൻ്റെ ആ ഒരു രംഗനാഥ സ്വാമി എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ആ ഒരു അവതാരവുമൊക്കെയുള്ള ആ ഒരു സ്ഥലം ഈ ഒരു ചുറ്റുമതിലിനകത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പിളിൻ്റെ മുകളിലത്തെ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു 3 ഗോപുരങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. രാജഗോപുരവും അതിൻ്റെ തൊട്ടുപുറത്തുള്ള മറ്റ് 2 ഗോപുരങ്ങളും, അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഒട്ടുമിക്ക ഗോപുരങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ കണ്ടില്ലേ. പക്ഷേ ഇതിന് മുകളിൽ കയറാൻ 50 രൂപ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് വരാനായിട്ടുള്ളത്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടിക്കറ്റ് കണ്ടോ. ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ കാണാനായിട്ട് മുകളിൽ വരാൻ പറ്റും കേട്ടോ രംഗനാഥ സ്വാമി ടെമ്പിളിൽ. ഇപ്പോൾ രംഗനാഥസ്വാമി ടെമ്പിളിലൊക്കെ കയറിയിട്ട് നമ്മളത് ഇവിടെ ഒരു അഖിലാണ്ടേശ്വരി ടെമ്പിൾ ഉണ്ടായിരുന്നു, ജംബുകേശ്വർ. അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് തിരിച്ച് നമ്മൾ നടന്ന് റൂമിലോട്ട് പോകാനായിട്ട് നോക്കുകയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളിനകത്ത് നമുക്ക് ഈ ഒരു അഖിലാണ്ടേശ്വരി ജംബുകേശ്വർ ടെമ്പിളിനകത്ത് നമുക്ക് ഫോണ് കാര്യങ്ങളൊന്നും കൊണ്ട് കയറാനായിട്ട് പറ്റത്തില്ല. രംഗനാഥസ്വാമി ടെമ്പിളിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ പോയി നല്ലോണം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റി. ഇതിനകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഇപ്പം കല്ലണൈ ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പക്ഷേ അവിടത്തേക്ക് പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അത്രയ്ക്ക് വെയിലാണ്. കൊടൂര വെയിലെന്ന് പറഞ്ഞാലും പോരാ, ഒരു രക്ഷയില്ല. ഭയങ്കര ചൂട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12-12:30 മണിയാവുന്നു. കോട്ടും വെയിലത്ത് ഞാനങ്ങനെ ശ്രീരംഗത്തോടെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ബസ് പിടിക്കണം. ബസ് പിടിച്ചിട്ട് നമുക്ക് നേരെ ട്രിച്ചിയിലോട്ട് പോകണം. ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താ നോക്കാം കേട്ടോ.